കുവൈറ്റ് വ്യോമസേനയും നാവികസേനയും നടത്തുന്ന ലൈവ് ഫയർ അഭ്യാസങ്ങളെ തുടർന്ന് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് കരസേനയുടെ മോറൽ ഗൈഡൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. നവംബർ 24-25 ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണിവരെ നിശ്ചിത സമുദ്ര പരിധിയിൽ അഭ്യാസങ്ങൾ നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. റാസ് അൽ ജുലൈയയിൽ നിന്ന് ഖറൂഹ് ദ്വീപിലേക്കുള്ള കിഴക്കൻ മേഖലയും റാസ് അൽ സൂർ മുതൽ ഉമ്മുൽ മറാഡിം ദ്വീപിലേക്കുള്ള കിഴക്കൻ മേഖലയിലുമാണ് അഭ്യാസങ്ങൾ നടക്കുക. അഭ്യാസ സമയത്ത് മത്സ്യത്തൊഴിലാളികളും കടലിൽ യാത്ര ചെയ്യുന്ന പൗരന്മാരും പ്രവാസികളും ഈ പ്രദേശം ഒഴിവാക്കണമെന്ന് ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു. ഗസയിൽ നിരന്തര ആക്രമണവും യെല്ലോ ലൈൻ മറികടന്നുള്ള സൈനിക നടപടികളും തുടർന്ന് ഇസ്രായേൽ. ഇന്ന് മാത്രം 22 പേരാണ് കൊല്ലപ്പെട്ടത്. ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിക്രമം തുടരുകയാണ്. ഗസ വെടിനിർത്തൽ കരാർ ലംഘനം ഗുരുതര സാഹചര്യം രൂപപ്പെടുത്തിയതായി ഹമാസ്. ഗസയിലും ലെബനാനിലും ഇസ്രായേൽ നടത്തുന്ന കരാർ ലംഘനം സമാധാനം തകർക്കുമെന്ന് UN മുന്നറിയിപ്പ് നൽകി. ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 10 ലക്ഷം ഫലസ്തീനികൾ ഗസയിൽ കടുത്ത ദുരിതത്തിലാണെന്ന് UN ഏജൻസി മുന്നറിയിപ്പ് നൽകി. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. MC, ഇന്ന് ഏത് രീതിയിലുള്ള കരാർ ലംഘനമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ആക്രമണം എത്രത്തോളം രൂക്ഷമാണിപ്പോൾ? ദിവ്യ, വളരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ്. ഒരു പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെടുന്ന ഒരു ദിവസം കൂടിയായിട്ട് ഇന്ന് മാറുകയാണ്. 22 പേർ ഔദ്യോഗികമായി തന്നെ കൊല്ലപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ 94 പേർക്ക് ഇന്നത്തെ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വ്യാപകമായിട്ടുള്ള ആക്രമണത്തിലേക്ക് തന്നെ ഇസ്രായേൽ നീങ്ങുകയാണ്. അതായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് 42 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിലും ആ കരാറിനോട് ഏതെങ്കിലും അർത്ഥത്തിൽ നീതി പുലർത്താനുള്ള ഒരു താല്പര്യവും ഇസ്രായേൽ സേന നേരത്തെ മുതൽ പുലർത്തിയിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ വ്യാപകമായ അവസ്ഥയിലേക്ക് ആക്രമണ പരമ്പര നീങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ഈ 22 മരണം. അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നുണ്ട്. ലെബനാന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫലസ്തീനികൾക്കെതിരെ അത് ഗസയിലും വെസ്റ്റ് ബാങ്കിലും അതോടൊപ്പം തന്നെ ലെബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെയും ആക്രമണം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസ് മുന്നറിയിപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇനിയും ഈ 400-ലധികം തവണ ഈ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടന്നു. ഇനിയും ഇത് മൗനാനുവാദം അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇക്കാര്യത്തിൽ നിസ്സംഗത പുലർത്താൻ തങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർക്കുന്ന ഒരു അവസ്ഥയാണ് രൂപപ്പെടുത്തിയത് എന്ന ഒരു മുന്നറിയിപ്പാണ് ഖത്തറിനും ഈജിപ്തിനും തുർക്കി ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്കും ഹമാസ് നൽകിയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അനുരഞ്ജന നീക്കം മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ആക്രമണത്തിൽ കുറവുണ്ടാവുക. അതല്ല എങ്കിൽ നേരത്തെ 42 ദിവസമായി തുടരുന്ന ഈ വെടിനിർത്തൽ കരാർ ഏത് സമയത്ത് വേണമെങ്കിലും ലംഘിക്കപ്പെടുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്നത്തെ ആക്രമണ പരമ്പരകളിലൂടെ ബോധ്യപ്പെടുന്നതും തെളിയിക്കപ്പെട്ടിരിക്കുന്നതും. ഹമാസ് ഉൾപ്പെടെ മറ്റ് വെടിനിർത്തൽ കരാർ ചർച്ചയിൽ പങ്കെടുക്കുന്ന മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ ഈ കരാർ ലംഘനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ പ്രതികരണം എങ്ങനെ വരുന്നു? ദിവ്യ, ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇനിയും വന്നിട്ടില്ല. കാരണം ഇന്നിപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അല്പം മുമ്പ് നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കിയത് യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് ഹമാസ് പോരാളികൾ തങ്ങളുടെ സൈന്യത്തിന് നേരെ ആക്രമണത്തിന് മുതിർന്നു. തുടർന്ന് സൈന്യം നടത്തിയ വെടിവെപ്പിലാണ് റഫേൽ മാത്രം 5 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റിടങ്ങളിലും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങളാണ് ഈ ഒരു വെടിനിർത്തലിനും സംഘർഷത്തിനും കാരണമായത് എന്ന അർത്ഥത്തിൽ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തങ്ങൾ നടത്തുന്ന ഈ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്ക് മറയിടാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള ഇടപെടൽ വേണമെന്ന് അമേരിക്കയോടും അതോടൊപ്പം തന്നെ UN ഉൾപ്പെടെയുള്ള വേദികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ
ഇപ്പോൾ പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താനോ പിന്നെ തങ്ങളുടേതായിട്ടുള്ളൊരു നയം പ്രഖ്യാപിക്കാനോ അമേരിക്ക തയ്യാറാവുന്നില്ല. കാരണം അമേരിക്കയും ഇസ്രായേൽ നേതൃത്വവുമായിട്ട് ഇന്നലെയും ആശയവിനിമയം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതൊക്കെയും ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന 400-ലധികം വരുന്ന ആക്രമണങ്ങളിലൂടെ അതിൽ 318 പേരാണ് ഈ 42 ദിവസത്തിനുള്ളിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 800-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതൊക്കെയും വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന അതേ ഘട്ടത്തിലാണ് ഈ ആക്രമണവും ഈ മരണവും ഈ ക്രൂട്ട നഷ്ടീകരണവും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഇനിയും നടപ്പാക്കാൻ റഫാ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ചൊരു പ്രതികരണം പോലും ഇസ്രായേൽ നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ ട്രക്കുകൾ ഗസയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യത്തിലും പൂർണ്ണമായിട്ടുള്ള മൗനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, അങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ തന്നെ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഒക്ടോബർ 10 വളരെ നീണ്ട 2 കൊല്ലത്തെ യുദ്ധത്തിന് അറുതി വരുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച ആ പദ്ധതി നീണ്ട ചർച്ചകളിലൂടെ ഒടുവിൽ ഇരുപക്ഷവും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും അത് നടപ്പാക്കുന്നു അല്ലെങ്കിൽ കുറ്റമറ്റ രീതിയിൽ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യതയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന്, ട്രംപിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നോ അനുകൂലമായിട്ടോ ഇതുമായി എതിർത്തുകൊണ്ട് ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല. അപ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ. എന്താണോ ഇസ്രായേലും അമേരിക്കയും തീരുമാനിക്കുന്നത്, അപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ ആക്രമണ പരമ്പരകൾ തുടരുക, പേരിന് പുറമേക്ക് തങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ യുദ്ധാറുതി ഉണ്ടാക്കിയെന്ന ഒരു പ്രതിച്ഛായ വരുത്തി തീർക്കുക. അതിലപ്പുറം പ്രായോഗികമായിട്ട് ഒരു പശ്ചിമേഷ്യൻ സമാധാനത്തിന്റെ ആ സമാധാനം നിലനിർത്താൻ ഉതകുന്ന മൂർത്തമായിട്ടുള്ള ഒരു നടപടിയും അമേരിക്ക ഇനി ചെയ്യാൻ പോകുന്നില്ല എന്നതിന്റെ കൂടി കൃത്യമായിട്ടുള്ള തെളിവാണ് ഈ 42 ദിവസങ്ങളായി തുടരുന്ന 318 പേരുടെ മരണത്തിനും 800-ലധികം പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയിരിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘനവും തുടർന്നുള്ള നീക്കങ്ങളും. ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് മാത്രമാണ് ഒരു പ്രതീക്ഷ ബാക്കിയുള്ളത്. അത് ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പേരിന് വെടിനിർത്തലുണ്ടാകും. പക്ഷേ പ്രയോഗതലത്തിൽ ഈ കൂട്ട നശീകരണവും കൂട്ടവംശഹത്യയും തുടർന്നുകൊണ്ടേ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. ദിവ്യ, ഇപ്പോഴത്തേത് ഗുരുതര സാഹചര്യം എന്നാണ് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും തുടർച്ചയായുള്ള കരാർ ലംഘനം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗസയിൽ എപ്പോഴും. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കിങ് സൽമാൻ റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഗസയിലേക്ക് ടെന്റുകൾ എത്തിച്ചു. റഫ അതിർത്തി വഴിയാണ് സഹായം. ട്രക്ക് വഴിയായിരുന്നു ടെന്റുകൾ എത്തിച്ചത്. ഗസയിലേക്കുള്ള സൗദിയുടെ സഹായം തുടരുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് അമീർ ഉച്ചകോടിക്കെത്തിയത്. 40-ലേറെ രാഷ്ട്രങ്ങൾ ഇത്തവണത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ചേരുകയാണ്. അബ്ബാസ, G20 ഉച്ചകോടിയിലാണ് ഇപ്പോൾ ത്രികക്ഷി കൂട്ടായ്മയൊക്കെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. മറ്റെന്തൊക്കെ സഹകരണത്തിലേക്കാണ് അല്ലെങ്കിൽ കരാറുകളിലാണ് രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ളത്? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലാണ് നിലവിൽ G20 ഉച്ചകോടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ വ്യാവസായികമായി പുരോഗതി പ്രാപിച്ച രാഷ്ട്രങ്ങളും പുരോഗതി പ്രാപിക്കുന്ന രാഷ്ട്രങ്ങളുമാണ് ഈ G20-യിലുള്ളത്. അതിലേക്കാണ് ഖത്തറിന് ക്ഷണമുണ്ടായിരുന്നത്. തുടർച്ചയായ 2ാമത്തെ വർഷമാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണ അത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലായിരുന്നു. ഇത്തവണ അത് ജോഹന്നസ്ബർഗിലാണ്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ജോഹന്നസ്ബർഗിൽ എത്തിയത്. അദ്ദേഹം റുവാണ്ടൻ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കുന്നത്. ആഗോളതലത്തിൽ ലോകരാഷ്ട്രങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾക്കെല്ലാം ഈ G20 ഉച്ചകോടിയിൽ പരിഹാരമുണ്ടാകുമെന്ന് അദ്ദേഹം ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷം എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പ്രതികരിക്കുകയുണ്ടായി. 42 രാഷ്ട്ര നേതാക്കളാണ്, അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനകളാണ് ജോഹന്നസ്ബർഗിലെ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് സോളിഡാരിറ്റി, അതുപോലെ ഇക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ്. ഐക്യദാർഢ്യം, സമത്വം, അതുപോലെ സുസ്ഥിരത. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം സുസ്ഥിരത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 230 വിഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെ ഖത്തറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2030 എന്നത്
യെസ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് G20 ഉച്ചകോടിയിൽ ഖത്തർ അമീർ അവിടെ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയാണ് ഉച്ചകോടിക്ക് എത്തിയത്. 40-ലേറെ രാഷ്ട്രങ്ങളാണ് ഇത്തവണത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പമാണ് ത്രികക്ഷി കൂട്ടായ്മ പ്രഖ്യാപനമടക്കം G20 ഉച്ചകോടിക്കിടെ ഉണ്ടാവുകയും ചെയ്തത്. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മദീന ബസ് അപകടത്തിൽ മരിച്ച 46 ഹൈദരാബാദ് സ്വദേശികളുടെ മൃതദേഹം കബറടക്കി. മദീന പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങിലേക്ക് മരിച്ചവരുടെ ബന്ധുക്കളും ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്ര സംഘവും എത്തി. ബസ്സിൽ ഇന്ധന ടാങ്കർ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് ഹൈദരാബാദ് സ്വദേശികളായ ഉംറ തീർത്ഥാടകർ മരിച്ചത്. ഇവരുടെ മൃതദേഹമാണ് മദീനയിൽ ഖബറടക്കിയത്. മരിച്ചവരുടെ ബന്ധുക്കളെ പ്രത്യേക സുരക്ഷയിലാണ് മദീന പള്ളിയിലേക്ക് എത്തിച്ചത്. മുൻ ക്രിക്കറ്റ് താരവും തെലങ്കാന മന്ത്രിയുമായ മുഹമ്മദ് അസ്ഹറുദ്ദീനും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്ര സംഘത്തിനൊപ്പം എംബസി, കോൺസുലേറ്റ് സ്ഥാനപതികളും സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും ചടങ്ങിനെത്തി. അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട 25-കാരനായ അബ്ദുൽ ഷുഐബ് മുഹമ്മദ് ചികിത്സയിൽ തുടരുകയാണ്. മദീനയിൽ നിന്ന് നിസാർ അഹമ്മദിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1. ഒമാനിലെ ആമിറാത്തിലെ 6-അംഗ കുടുംബത്തിന്റെ ദാരുണ മരണത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച അഭ്യൂഹങ്ങളിൽ പ്രതികരണവുമായി ഒമാനിലെ ഊർജ ജലവിതരണ കമ്പനിയായ നാമ ഗ്രൂപ്പ്. വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലെന്നും പ്രീപെയ്ഡ് മീറ്ററിംഗ് സംവിധാനമാണെന്നും നമ പ്രസ്താവനയിൽ പറഞ്ഞു. വീട്ടിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് 6-അംഗ കുടുംബം മരിച്ചത്. വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ദിവസങ്ങൾക്ക് മുമ്പാണ് ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മസ്കത്തിലെ ആമിറാത്തിൽ 6-അംഗ കുടുംബത്തിന്റെ ദാരുണ മരണമുണ്ടാവുന്നത്. സംഭവം ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു. വൈദ്യുതി കണക്ഷൻ നിർത്തിവെച്ചത് ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് നാമ വിശദീകരണം നടത്തിയത്. വീട്ടിൽ വൈദ്യുതി സേവനം വിച്ഛേദിച്ചിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. വീട്ടിൽ പ്രീപെയ്ഡ് മീറ്ററിംഗ് സംവിധാനമാണ് ഉണ്ടായിരുന്നത്. പ്രോപ്പർട്ടി ഉടമ മുൻകൂട്ടി വൈദ്യുതി ടോപ്പപ്പ് ചെയ്യുന്നത് മുറയ്ക്കാണ് വൈദ്യുതി ലഭിച്ചത്. സംഭവത്തിന് മുമ്പ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടില്ലെന്നും കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുടുംബത്തിന് കമ്പനി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഓവർഡ്യൂ പേയ്മെന്റ് ഉള്ള ഉപഭോക്താക്കൾക്ക് ഫ്ലെക്സിബിൾ തവണ വ്യവസ്ഥ പ്ലാനുകൾ നൽകുന്നുണ്ടെന്നും സേവന തടസ്സം തടയുന്നതിന് പ്രീപെയ്ഡ് മീറ്ററുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒന്നിലധികം സൗകര്യങ്ങൾ നൽകുന്നുണ്ടെന്നും നാമ വ്യക്തമാക്കി. കുടുംബങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കുറക്കുന്നതിനുള്ള നടപടികൾ നിലവിലുണ്ടെന്നും അവർ പറഞ്ഞു. വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അധികൃതർ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1, മസ്കത്ത്. സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. പൊതുധാർമ്മികതയെ ലംഘിക്കുന്നതോ നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുന്നതോ ആയ ഓൺലൈൻ ഉള്ളടക്കങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അശ്ലീലവും അധാർമികവുമായ ഉള്ളടക്കങ്ങളും തടയാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് മന്ത്രാലയം കൈക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ രാജ്യത്ത് വിപുലമായ സംവിധാനങ്ങളാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ട്രോണിക് കുറ്റകൃത്യ നിരോധന വിഭാഗം നടത്തിയ പരിശോധനയിൽ 48 നിയമലംഘനങ്ങൾ കണ്ടെത്തി. പൊതുധാർമ്മികതയെ വ്രണപ്പെടുത്തുന്ന പോസ്റ്റുകൾ, വ്യക്തികളെ അവഹേളിക്കുന്ന പ്രസ്താവനകൾ, നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന ഉള്ളടക്കം എന്നിവയ്ക്കെതിരെയാണ് നടപടി. നിരോധിതവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചിരുന്ന ചില വ്യാജ അക്കൗണ്ടുകളും കണ്ടെത്തി. രാജ്യത്തിന്റെ മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്ന സുരക്ഷിതമായ ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. കേസുകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിയമ നടപടിക്കായി കൈമാറിയതായി മന്ത്രാലയം വ്യക്തമാക്കി. 24 മണിക്കൂറും നിരീക്ഷണം തുടരുമെന്നും സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോക്താക്കൾ നിയമങ്ങളും ഉത്തരവാദിത്വവും പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന പേരിൽ ധാർമ്മികത ലംഘിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മീഡിയ 1, കുവൈറ്റ്. ബഹ്റൈനിൽ സന്ദർശക വിസ വർക്ക് പെർമിറ്റാക്കി മാറ്റുന്നതിന് പൂർണ്ണ നിരോധനം വരുമോ? പാർലമെന്റിൽ നിർണായക വോട്ടെടുപ്പിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ബഹ്റൈൻ. ബില്ല് നടപ്പിലായാൽ പ്രവാസികളുടെ തൊഴിലവസരങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. എത്രത്തോളം ആശങ്കയിലാണ് പ്രവാസി സമൂഹം എന്ന് നോക്കാം. നജ്മ മജീദ് ചേരുകയാണ്. നജ്മ, ഈ ബില്ല് നടപ്പിലായാൽ എങ്ങനെയൊക്കെയാണത് പ്രവാസികളെ ബാധിക്കാൻ പോകുന്നത്?
ദിവ്യ, സാധാരണ വരുന്ന വാർത്തകളൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ തരാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് കുറച്ച് ആശങ്കയുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം നമ്മൾ മലയാളികൾ ഇവിടുന്ന് ജോലിക്കായിട്ട് GCC കൺട്രികളിലൊക്കെ പോകുന്ന ആളുകൾ വിസിറ്റിംഗ് വിസയിലാണ് സാധാരണ പോകാറുള്ളത്. അവിടെ ചെന്ന് ജോലി കണ്ടെത്തുന്നതോടുകൂടി അത് വർക്ക് പെർമിറ്റ് വിസയിലേക്കൊക്കെ മാറ്റുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിലൊരു നിയന്ത്രണം കൊണ്ടുവരികയാണ് ബഹ്റൈൻ. അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ബഹ്റൈനിൽ വിസ മാറ്റത്തിന് ബില്ല് വരുന്നു എന്നുള്ളതാണ്. ബഹ്റൈനിൽ വിസ മാറ്റത്തിൻ്റെ മറ്റ് കാര്യങ്ങളായത് പ്രവാസികളുടെ വിസ മാറ്റ ബില്ലിൽ നിർണായക വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. ഈ നമ്മൾ സാധാരണ വിസിറ്റിംഗ് വിസ പോകുന്നു, പിന്നീട് ജോലി കിട്ടുന്നതോടുകൂടി അത് വർക്ക് പെർമിറ്റ് വിസയിലേക്ക് മാറ്റുകയാണല്ലോ പതിവ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് അവിടുത്തെ സ്വദേശികളുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു കാരണമാകുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളുകൾക്ക് പിന്നീട് അത് വർക്ക് പെർമിറ്റ് വിസയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബില്ലുമായിട്ട് വരുന്നത്. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ 1965 ഇമിഗ്രേഷൻ ആൻഡ് റെസിഡൻസ് നിയമ ഭേദഗതി ബില്ലാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ഇതിൽ ബിൽ സന്ദർശക വിസ വർക്ക് പെർമിറ്റാക്കി മാറ്റുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ബില്ലിന്മേൽ പാർലമെന്റിൽ വോട്ടെടുപ്പ് ചൊവ്വാഴ്ചയാണ്. പാർലമെന്റ് ഈ ബില്ല് അംഗീകരിച്ചിട്ടുണ്ട്. തുടർന്ന് വോട്ടെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത്. ഇനി വോട്ടെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. സന്ദർശക വിസ വർക്ക് പെർമിറ്റ് അഥവാ വർക്ക് വിസയാക്കി മാറ്റാൻ സാധിക്കില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, നിയമനിർമ്മാണം നടപ്പിലായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. വിസിറ്റിംഗ് വിസ പിന്നീട് നമുക്ക് വർക്കിംഗ് പെർമിറ്റ് വിസയിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അടുത്തതായി, അത്തരം സാധ്യതകൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തും. മറ്റൊന്ന്, സ്വദേശികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ തന്നെയാണ് ഈ വിസിറ്റിംഗ് വിസയെ പെർമിറ്റ് വിസയാക്കി മാറ്റാൻ സാധിക്കില്ല എന്നുള്ള ബില്ല് കൊണ്ടുവരാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഇനി ബിൽ പാർലമെന്റ് അംഗീകരിച്ചു, പക്ഷേ ശൂറ കൗൺസിൽ എതിർക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞിരുന്നു പാർലമെന്റിൽ ഇത് അംഗീകരിച്ചിരുന്നു, പക്ഷേ ശൂറ കൗൺസിൽ ഇത് എതിർക്കുകയാണ് ചെയ്തിരുന്നത്. ഈ ശൂറ കൗൺസിൽ പ്രേക്ഷകർക്കറിയാം, ഇതൊരു ഉപദേശക സമിതിയാണ്. നിയമനിർമ്മാണത്തിനുള്ള ഒരു ഉപദേശക സമിതിയാണ് ശൂറ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശൂറ കൗൺസിലും ഇത് എതിർക്കുകയാണെങ്കിൽ അടുത്ത നടപടി എന്ന് പറയുന്നത് അന്തിമ തീരുമാനം സംയുക്ത ദേശീയ അസംബ്ലി സമ്മേളനത്തിലേക്ക് മാറ്റുകയായിരിക്കും. അവിടെയായിരിക്കും പിന്നീടുള്ള മറ്റ് നടപടികളും നീക്കങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്രയുമാണ് വിസയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ളത്. ശരി, എന്തായാലും വിസിറ്റിംഗ് വിസ അത് വർക്ക് പെർമിറ്റാക്കി മാറ്റുന്നതിൽ അത് വലിയ നിയന്ത്രണങ്ങളിലേക്ക് ബഹ്റൈൻ കടക്കുകയാണ്. അത് വലിയ രീതിയിൽ തന്നെ പ്രവാസികളെ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നജ്മയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, ദേശീയ ദിനം വർണ്ണാഭമായി ആഘോഷിച്ച ഒമാനിലെ പഴം പച്ചക്കറി വിതരണ രംഗത്തെ മുൻനിര കമ്പനിയായ സുഹോൽ അൽ ഫൈഹ ഖസാനിലുള്ള സിലാൽ മാർക്കറ്റിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ഒമാനിൽ ദേശീയ ദിനാഘോഷം വിവിധയിടങ്ങളിൽ തുടരുകയാണ്. വിവിധ സ്ഥാപനങ്ങളും കൂട്ടായ്മകളും ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി വിതരണ രംഗത്തെ മുൻനിര കമ്പനിയായ സുഹോൽ അൽ ഫൈഹ ഖസൈനിലുള്ള സിലാൽ മാർക്കറ്റിൽ ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷം വർണ്ണാഭമാക്കാൻ സുഹോൽ അൽ ഫൈഹയുടെ ബോർഡ് ഓഫ് ഡയറക്ടർമാരും മറ്റു ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളും സിലാൽ മാർക്കറ്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കുചേർന്നിരുന്നു. ചെയർമാൻ അബ്ദുൽ ജബ്ബാർ, മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ വാഹിദ്, ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് എന്നിവർ ആഘോഷത്തിൽ പങ്കാളികളായി. സുപ്രധാന ദേശീയ ദിനാഘോഷം തങ്ങളുടെ വ്യാപാര പങ്കാളികളുമൊത്തും സഹോദരതുല്യരായ സ്വദേശികളുമൊത്തും ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ചെയർമാൻ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. ഒമാന്റെ പാരമ്പര്യത്തെ ആദരിക്കും വിധം കാവയും ഈന്തപ്പഴവും നൽകിയാണ് അതിഥികളെ വരവേറ്റത്. തുടർന്ന് എല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ചു. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ ജിദ്ദ കോൺസുലേറ്റിലേക്കും ഇന്ത്യൻ എംബസിയിലേക്കും വിവിധ സേവനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാനായി ടെൻഡർ ക്ഷണിച്ചു. കോൺസുലാർ, പാസ്പോർട്ട്, വിസ സേവനം എന്നിവയ്ക്കുള്ള ടെൻഡറും പ്രപ്പോസലുമാണ് ക്ഷണിച്ചത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സേവനങ്ങളും നൽകാൻ കഴിയണം. 30 ദിവസത്തിനകം യോഗ്യരായ കമ്പനികൾക്ക് അപേക്ഷ നൽകാം. 3 വർഷത്തേക്കായിരിക്കും കരാർ നൽകുക. സൗദിയിൽ മീഡിയ 1 സംഘടിപ്പിക്കുന്ന മീഡിയ 1 മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സിന്റെ 3ാം എഡിഷൻ ദമാമിൽ സമാപിച്ചു. 10, 12 ക്ലാസുകളിലെ പരീക്ഷകളിൽ 90% മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആദരവ്.
പ്രൗഢമായ പരിപാടികളോടെ സംഘടിപ്പിച്ച സൗദി മീഡിയ വൺ മബ്രൂക്ക് ടോപ്പേഴ്സ് അവാർഡ് വിതരണ പരിപാടിയുടെ ജിദ്ദ എഡിഷന് സമാപനമായി. നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100ഓളം വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആദരം. I feel very proud and happy, and it makes me want to work harder for the upcoming exam. This event was very wonderful. I hope in 12th as well I am able to achieve this wonderful achievement. തീർച്ചയായിട്ടും മീഡിയ വണ്ണിൻ്റെ ഈ പ്രോഗ്രാം പിന്നെ പാരൻസിനും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും ഇനിയും കൂടുതൽ പഠിക്കാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ്, മോട്ടിവേഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയ വണ്ണിന് താങ്ക് ചെയ്യാണ്, കാരണം ഇത്ര ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നതിന്. പിന്നെ എൻ്റെ ത്രൂ ഔട്ട് ഞങ്ങൾ ഇയറിൽ എൻ്റെ പാരൻസാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ എവിടെ പോയി ഏത് സാഹചര്യത്തിലും പറയും, കാരണം എൻ്റെ പാരൻസ് തന്നെയാണ് ഫുള്ള് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അക്കാദമിക ആരോഗ്യ നയതന്ത്ര രംഗത്തെ പ്രമുഖരായ ഫഹദ് അൽ മൻസൂരി, ഡോക്ടർ അഹമ്മദ് ആഇൽ അൽ സവാദ്, സഅഫ് ആഇൽ അൽ സൽമി, റഹീം പട്ടർകടവൻ, ഡോക്ടർ ഫൈസൽ എന്നിവർ മുഖ്യാതിഥികളായി. സ്കൂൾ മേധാവികൾ, ബിസിനസ് പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു. കുട്ടികൾക്കും ഇതൊരു നല്ലൊരു ഇൻസ്പിറേഷനാണ്. ഇത് കണ്ടിട്ട് അവർ ഉഷാറായിട്ട് പഠിക്കും. ഈ അംഗീകാരം കിട്ടിയത് വളരെ സന്തോഷം. അവർ ഇതിനു വേണ്ടിയുള്ള ഈ തയ്യാറെടുപ്പും ഇതൊക്കെ കാണുമ്പോൾ ഇൻഷാല്ലാ അവർക്കത് ഭാവി പഠനത്തിൽ നല്ലൊരു സപ്പോർട്ടുണ്ട്. SSLCക്കും എൻ്റെ മകൾക്ക് ഇതുപോലൊരു ആദരവ് ലഭിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ +2നും ലഭിച്ചു. ഏതായാലും അൽഹംദുലില്ലാ എല്ലാവിധ സ്തുതിയും സർവശക്തന് നേരുകയാണ്. അതോടൊപ്പം മീഡിയ വണ്ണിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. സൗദിയിൽ 4ഇടങ്ങളിലായാണ് ഇത്തവണ പുരസ്കാര ചടങ്ങ് പൂർത്തിയാക്കിയത്. ജിദ്ദക്ക് പുറമെ റിയാദ്, ദമാം, യാംബു എന്നിവിടങ്ങളിലെ അവാർഡ് ദാനം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. സാബിത് സലീം, മീഡിയ വൺ, ജിദ്ദ. ദുബായിയുടെ പൈതൃകം സംരക്ഷിക്കുന്നതിന് പ്രവാസികൾക്കുൾപ്പെടെ പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തി. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് എത്ത് ദുബായ് എന്ന പേരിൽ അവാർഡ് ഏർപ്പെടുത്തിയത്. ദുബൈയുടെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിന് മൊത്തം 50 ലക്ഷം ദിർഹമിന്റെ അവാർഡാണ് ഇർദ് ദുബായ് എന്ന പേരിൽ പ്രഖ്യാപിച്ചത്. മികച്ച എൻട്രിക്ക് 10 ലക്ഷം ദിർഹമാണ് സമ്മാനം. ഉപവിഭാഗങ്ങൾക്ക് 5 ലക്ഷം ദിർഹം വീതം സമ്മാനം ലഭിക്കും. കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ 5 കാറ്റഗറിയിൽ അവാർഡുണ്ട്. കുടുംബത്തിന്റെ പൈതൃകം രേഖപ്പെടുത്തുന്ന മികച്ച കഥ, ദുബൈയുടെ വാമൊഴി പാരമ്പര്യം, ക്രിയാത്മകമായ മികച്ച ഡോക്യുമെന്ററി സ്റ്റോറി, സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകിയ മികച്ച സ്റ്റോറി, മികച്ച ദുബായ് റെസിഡന്റ് സ്റ്റോറി എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലാണ് കമ്മ്യൂണിറ്റി അവാർഡ് നൽകുക. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന 2 അവാർഡുകളുണ്ട്. ഇർദ് ദുബായ് .ae എന്ന വെബ്സൈറ്റ് വഴിയോ ഇർദ് ദുബായ് ആപ്പ് വഴിയോ അപേക്ഷ സമർപ്പിക്കാം. 2026 ജനുവരി 15 വരെ എൻട്രികൾ സ്വീകരിക്കും. അടുത്ത വർഷം ആദ്യപാദത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും. മീഡിയ വൺ, ദുബായ്. ദുബായിലെ മലയാളി റെസ്റ്റോറന്റ് ഉടമകൾ കൈകോർക്കുന്നു. കേരളത്തിലെ റെസ്റ്റോറന്റ് ഉടമകളുടെ കൂട്ടായ്മയായ കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ കീഴിലാണ് ഇവർ ഒന്നിക്കുന്നത്. ഇതിന്റെ ആദ്യ യോഗം ദുബായിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂട്ടായ്മ വ്യാപിപ്പിക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. യോഗം നടക്കുന്ന ദുബായ് ലാവൻഡർ ഹോട്ടലിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ റെസ്റ്റോറന്റ് രംഗത്തുള്ളത് ദുബായ് നഗരത്തിലായിരിക്കും. മലയാളികളുടെ റെസ്റ്റോറന്റ് ഉടമകളായ മലയാളികളുടെ സംഘടനയായ KHR ഇപ്പോൾ ദുബൈയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. അതിന്റെ സംസ്ഥാന സെക്രട്ടറി ജയ്പാൽ നമ്മോടൊപ്പം ചേർന്നു. എന്താണ് ഇപ്പോൾ ദുബൈയിലേക്ക് കടന്നു വരാൻ കാരണം? ഏതൊക്കെ പ്രമുഖ റെസ്റ്റോറന്റ് ഉടമകൾ ഇപ്പോൾ ഇതിന്റെ ഭാഗമാകുന്നു? കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ട്. സൗഹൃദത്തിലൂടെ നമ്മുടെ പ്രസ്ഥാനം വളർത്തുക. ദുബായിലാണെങ്കിലും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ എവിടെയാണെങ്കിൽ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് ഇപ്പോഴും നല്ലതാണ്. നമ്മുടെ അസോസിയേഷനൊക്കെ ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. ദുബായിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാവരും തന്നെ മിക്കവാറും ഇവിടെയുള്ള ഹോട്ടലുകാരൊക്കെ തന്നെ കേരളത്തിന് ഹോട്ടലുള്ളവരാണ്. ഇപ്പൊ സുമേഷ് പാരഗണൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പാരഭാഗ്യത ഇവിടെ ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ മിക്ക നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മേപ്പിൽ എടുത്തു നോക്കാം, അതുപോലെ തന്നെ ദേപ്പൂട്ടുണ്ട്. ഏത് ഹോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ
കേരളത്തിൽ KHRയുമായിട്ട് സഹകരിക്കുന്ന അംഗങ്ങളാണ്. എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടായിക്കൂടാ എന്നൊരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഇന്ന് ഇവിടെയുള്ള UAE-യിലുള്ള മുഴുവൻ ചെറുതും വലുതുമായ മുഴുവൻ ഹോട്ടലുകളെയും കൂടി ഒരുമിച്ച് വിളിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് സംഘടിപ്പിച്ചത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം ഇത്രയുള്ള ഒരു കൂട്ടായ്മ, അതായത് നല്ല സന്ദേശങ്ങൾ. നമ്മുടെ കേരളത്തിൽ ഒത്തിരിയേറെ നമുക്കറിയാം, വയനാടൊക്കെ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ ഹോട്ടൽ അസോസിയേഷനാണ് ഒത്തിരി ചാരിറ്റി ചെയ്തത്. ബിസിനസ് രംഗത്ത് ഏതൊക്കെ തരത്തിലാണ് അത് ഈ ഉടമകൾക്ക് ഉപകാരപ്പെടുന്നത്? ബിസിനസ് രംഗത്ത് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ നമ്മളൊരു എക്സ്പോ നടത്താൻ നമുക്ക് ഐഡിയ ഉണ്ട്. നമുക്കറിയാം നല്ല റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ നല്ല ഞങ്ങളുടെ എക്യുപ്മെന്റ്സിന്റെ പുതിയ ഒത്തിരി നൂതനമായ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതേമാതിരി തന്നെയാണ് ഈ ഫീൽഡിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാരോഗ്യകരമായ മത്സരം, അതേപോലെ തന്നെ ഒത്തിരി ഡിപ്രഷൻ. അതായത് ബിസിനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. ഈ ടെൻഷൻ കാരണം തന്നെ പലർക്കും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ടെൻഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൂട്ടായ്മകളിൽ കൂടെ അവരിലേക്ക് നന്മ അല്ലെങ്കിൽ സന്തോഷം കൊടുത്തുകൊണ്ട് എങ്ങനെ അവരെ ചേർത്ത് പിടിക്കാം. പലപ്പോഴും പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് സാമ്പത്തികമായിരിക്കാം, ചിലർക്ക് മെന്റലി ആയിരിക്കും, പല പ്രശ്നങ്ങൾ. അതായത് ഈ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന ഈ ബിസിനസിന്റെ കുറവുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായ മറ്റുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ ഇന്നലെ വന്നപ്പോൾ തന്നെ ഒരു വ്യക്തി പറഞ്ഞു 1.5 കോടി രൂപകളും ബിസിനസ്സിൽ നഷ്ടപ്പെട്ടു. നഷ്ടം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നഷ്ടം വരുന്നത്? നമ്മുടെ ബിസിനസിന്റെ കുഴപ്പമാണോ? അതല്ല, എന്താണ് അവിടെ ഒരു പോരായ്മ വരുന്നത്? നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ഒപ്പം തന്നെ അവർക്ക് വേണ്ട എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം തന്നെ അതിനെല്ലാം വലിയൊരു കാര്യമാണ് മാനസികമായിട്ടുള്ള ധൈര്യം കൊടുക്കുക. ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്, നമുക്ക് ഒരുമിച്ച് നിന്നാൽ നേടാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്തില്ല, അല്ലെങ്കിൽ നമുക്കില്ല. അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മ, സ്നേഹ കൂട്ടായ്മ. ദുബൈയിലുള്ള റെസ്റ്റോറന്റ് ഉടമകൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമുക്ക് നാട്ടിലെ റെസ്റ്റോറന്റ് ഉണ്ട്, മഹ്ഫൽ ബിരിയാണി എന്നുള്ള പേര്. അതേ റെസ്റ്റോറന്റ് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും നമ്മൾ ദുബായിലാണ് എളുപ്പം, അമേരിക്കയിലാണ് എളുപ്പം, ഇന്ത്യയിലാണ് എളുപ്പം. എളുപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ട എളുപ്പമാണോ വേണ്ടതെന്നുള്ളത്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 100% കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതിന് ഓരോ കൺട്രിയിലും അവരുടെ കൺട്രി അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ പാലിക്കുക. അപ്പൊ നമുക്ക് കച്ചവടം എപ്പോഴും എളുപ്പമായിരിക്കും. അതിന് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന സംഘടനയുടെ നാട്ടിലായിക്കോട്ടെ KHR. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പേപ്പർ വർക്ക് ക്ലിയർ ആണെങ്കിൽ മലയാളി ഇപ്പൊ പേടിക്കുന്ന കാര്യമാണ്. അവിടെ പേപ്പർ കിട്ടും, വിസ പ്രോസസ് എന്താ. നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ KHR മതിയാവും. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ പോയി എനിക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങണം എന്ന് പറഞ്ഞത് ഒരു ദുബായിൽ ഒതുങ്ങുന്നില്ല. ഗ്ലോബലി മലയാളികൾ എവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ചെയ്യുന്നു അവിടെയൊക്കെ നമ്മൾ പോയിട്ട്, അതാണ് നമ്മുടെ സാറ് പറയുന്നത്, അവിടെയൊക്കെ നമുക്ക് പോയിട്ട് ഈ ഹെൽപ്പും ഈ കൂട്ടായ്മ ഉണ്ടാവുക. അതിനാണ് ലക്ഷ്യം. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് KHR പറയുന്നത്. UAE-യിൽ മാത്രമല്ല, അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ മലയാളികൾ എവിടെയുണ്ടോ അവിടേക്കൊക്കെ ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരു തുടക്കമാണ് ദുബൈയിൽ നിന്ന് ആരംഭിക്കുന്നത്. യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസദി, മീഡിയ വൺ, ദുബായ്. ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കണ്ടന്റുകൾക്ക് പ്രത്യേക പുരസ്കാരം പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. സൗദി മീഡിയ ഫോറത്തിന്റേതാണ് പ്രഖ്യാപനം. AI മേഖലയ്ക്ക് പുറമെ മറ്റ് 3 വിഭാഗങ്ങളിൽ കൂടി പ്രത്യേക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദിയിൽ ആദ്യമായാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കണ്ടന്റുകൾക്ക് പ്രത്യേക പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. സൗദി മീഡിയ ഫോറത്തിന്റേതാണ് പ്രഖ്യാപനം. പ്രധാനമായും 4 വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. ടെലിവിഷൻ പരിപാടികൾ, റേഡിയോ ആൻഡ് പോഡ്കാസ്റ്റ്, ഡിജിറ്റൽ മീഡിയ, പത്രപ്രവർത്തനം എന്നിവയാണവ. ഈ മാസം 21 മുതലാണ് പുരസ്കാരങ്ങൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. ജനുവരി 1 വരെ അപേക്ഷിക്കാം. അടുത്ത വർഷം ഫെബ്രുവരി 4-നായിരിക്കും ജേതാക്കളെ പ്രഖ്യാപിക്കുക. ലോകത്തിൽ തന്നെ ആദ്യമായാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കണ്ടന്റുകൾക്ക് പ്രത്യേക പുരസ്കാരം പ്രഖ്യാപിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശാൽ ചത്തുളശ്ശേരി, മീഡിയ വൺ, റിയാദ്. അഭിനേത്രി നിലയിൽ റേച്ചൽ സിനിമ അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന നടി ഹണി റോസ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കഥാപാത്രമാണ് സിനിമയിലേത്. എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രമായിരിക്കും റേച്ചൽ എന്നും ഹണി റോസ് പറഞ്ഞു. ദോഹയിൽ മീഡിയ വണ്ണുമായി സംസാരിക്കുകയായിരുന്നു അവർ. റേച്ചൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ സ്വയം ട്രോളിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അത് ട്രോളിയതല്ല, യാഥാർത്ഥ്യമാണ് എന്നായിരുന്നു ഹണി റോസിന്റെ മറുപടി. ഇല്ല, ഞാനത് ജെന്യുവനായിട്ട് സംസാരിച്ചതാണ്, ട്രോളിയതല്ല, അതിൻ്റെ റിയാലിറ്റിയാണ്. സോ അതിലൊരു മാറ്റം റേച്ചലിനെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് ഒരു നല്ല നടി എന്നുള്ള രീതിയിലൊരു ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു പേര് സിനിമ തരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. മുൻനിര നായികമാർ 10 സിനിമയ്ക്ക് വാങ്ങുന്ന ശമ്പളം ഹണി ഒരു വർഷത്തിൽ ഉദ്ഘാടനം ചെയ്തുണ്ടാക്കുന്നു എന്ന സംവിധായകൻ വിനയന്റെ പ്രതികരണത്തോട് നടിയുടെ ഉത്തരം ഇങ്ങനെ:
അത് അദ്ദേഹം എന്താ പറയാ, ഡെഫിനറ്റ്ലി അദ്ദേഹം എൻ്റെ ഗുരുവാണ്. അപ്പൊ എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൈന്നിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഒത്തിരി സന്തോഷം കേൾക്കുമ്പോൾ അതൊക്കെ. യെസ്, പ്രതികാരവും ഫൈറ്റും ഒക്കെയുള്ള സമ്പൂർണ്ണ കമേഴ്സ്യൽ സിനിമയാണ് റേച്ചൽ എന്നും ഹണി റോസ് വ്യക്തമാക്കി. തന്നെയാണ് പുതിയ വിശേഷം. ഡിസംബർ 6 റിലീസ് ചെയ്യാണ് മൂവി. ഒത്തിരി സന്തോഷം. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പക്കാ കൊമേഴ്ഷ്യൽ മൂവിയാണ്. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആയിരിക്കും. ഒരു റിവെഞ്ചും അല്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസും ത്രില്ലറും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി. ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഇറച്ചിവെട്ടുകാരിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ആനന്ദിനി ബാലയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എബ്രിഡ് ഷൈൻ സാറും പ്രസന്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ബാദുക്കയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രാഹുൽ മണപ്പാട്ട് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതിന് ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിരുന്നു. അതാണ് സിനിമയായിട്ട് ഡെവലപ്പ് ആയത്. ആൻഡ് ഈ കഥ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ആനന്ദിനിയുടെ ഒരു വിഷനാണ് ഇങ്ങനെ ഒരു ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥ തന്നെ എടുത്തിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളത്. അത് അവരതിൽ വിജയിച്ചു എന്ന് തന്നെ 100% എനിക്ക് പറയാൻ കഴിയും. അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദോഹ. കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് 134 കമ്പനികൾ ഈ വർഷത്തെ ആദ്യ 9 മാസത്തെ സാമ്പത്തിക ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. 2.086 ബില്യൺ ദിനാർ അറ്റാദായമാണ് കമ്പനികൾ രേഖപ്പെടുത്തിയത്. 13 വ്യത്യസ്ത മേഖലകളിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളിൽ 6 മേഖലകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ തുടർച്ചയായ ലാഭ വളർച്ച കൈവരിച്ചു. 4 മേഖലകളിൽ ലാഭം കുറഞ്ഞു. ഗൾഫ് വിപണികളിൽ തന്നെ മികച്ച നേട്ടമാണ് ഈ വർഷം കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൈവരിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. വിപണിയിലെ സ്ഥിരതയും നിക്ഷേപകരുടെ വിശ്വാസവുമാണ് കമ്പനികളുടെ നേട്ടത്തിന് വഴിയൊരുക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈദ്യുതി വെള്ള ബില്ലുകൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രാലയത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റിലെ വൈദ്യുതി ജല മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരം സന്ദേശങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും മന്ത്രാലയവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ബില്ല് വിവരങ്ങളും പേയ്മെന്റ് നോട്ടീസുകളും ലഭിക്കാൻ ഔദ്യോഗിക ആശയവിനിമയ ചാനലുകൾ മാത്രം ഉപയോഗിക്കണം. സംശയാസ്പദമായ സന്ദേശങ്ങൾ ഉടൻ അവഗണിക്കണമെന്ന് മന്ത്രാലയം ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. യഥാർത്ഥ മന്ത്രാലയ സന്ദേശങ്ങളും വ്യാജ സന്ദേശങ്ങളും തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായി താരതമ്യ വിവരണമുള്ള ചിത്രം മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. രാത്രിയിലും കബറടക്കത്തിനുള്ള സൗകര്യമൊരുക്കിയതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. മരണപ്പെട്ടയാളുടെ കുടുംബം ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള കബറടക്കത്തിന് അഭ്യർത്ഥിക്കുന്നുവെങ്കിൽ ബന്ധപ്പെട്ട ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിച്ച് അനുമതി ലഭ്യമാക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ രാവിലെ 9 മണിയിലും അസർ നമസ്കാരത്തിന് ശേഷവുമാണ് ഔദ്യോഗിക കബറടക്ക സമയം. ഖൈതാനിലെ കിങ് ഫൈസൽ റോഡിൽ 2 ദിശകളിലേക്കുമുള്ള ഇടത്തെ ഫാസ്റ്റ് ലൈൻ 21 ദിവസത്തേക്ക് അടച്ചിട്ടതായി കുവൈറ്റ് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഇബ്രാഹിം അൽ മുസൈൻ സ്ട്രീറ്റിലെ ഇന്റർസെക്ഷൻ മുതൽ 5th റിംഗ് റോഡ് വരെ അടച്ചിടൽ ഇന്ന് പുലർച്ചെ മുതൽ പ്രാബല്യത്തിലാണ്. അതേസമയം അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റി ഇന്റർസെക്ഷൻ മുതൽ 2nd റിംഗ് റോഡിലേക്കുള്ള ഭാഗം വീണ്ടും ഗതാഗതത്തിന് തുറന്നു. ഈ റോഡ് പിന്നീട് വീണ്ടും അടയ്ക്കും. പുതിയ തീയതി മുൻകൂട്ടി അറിയിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഖത്തറിൽ നടക്കുന്ന അണ്ടർ 17 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ യൂറോപ്യൻ ആധിപത്യം. ഓസ്ട്രിയ, ഇറ്റലി, പോർച്ചുഗൽ ടീമുകളാണ് യൂറോപ്പിൽ നിന്ന് അവസാന 4ലേക്ക് യോഗ്യത നേടിയത്. സൗത്ത് അമേരിക്കയിൽ നിന്ന് ബ്രസീലും സെമിയിലെത്തി. തിങ്കളാഴ്ചയാണ് സെമി ഫൈനൽ പോരാട്ടങ്ങൾ. അവസാന വിസിൽ മുഴങ്ങാൻ നിമിഷങ്ങൾ ബാക്കി. മൊറോക്കോ പെനാൽറ്റി ബോക്സിൽ ഉയർന്നു പൊങ്ങിയ പന്ത് 2 എതിർ ഡിഫൻഡർമാർക്കിടയിൽ നിന്ന് ബ്രസീൽ താരം തൈഗീഞ്ഞോ തലകൊണ്ട് പിന്നിലേക്ക് മറിച്ചു. മൊറോക്കോ ഗോൾ കീപ്പർക്ക് മുമ്പിൽ കുത്തിപ്പൊന്തിയ പന്ത് നെഞ്ചിലെടുത്ത് ഡെല്ലിന്റെ തകർപ്പൻ ഫിനിഷിംഗ്. ഗാലറിയിൽ കാനറികൾ ചിറകടിച്ചു. ബ്രസീൽ കൗമാര ലോകകപ്പിന്റെ സെമിയിലേക്ക്. അതിന്റെ ആഹ്ലാദം ബ്രസീലുകാർ ഇങ്ങനെ പകർത്തിവെച്ചു. Yeah, we're through to the semi-final against Portugal. Really happy about this under 17 World Cup. We're going to make our 5th. Today was a good game. Today was a tight game also. I'm kind of really happy that Brazil won. I think the game was really good and I really enjoyed it, you know. Yeah. And I feel bad for Morocco. They should have won, but Brazil got lucky and yeah. Yeah, Brazil in the last 4 minutes of the game, goal. It was really fun and really interesting. ബ്രസീൽ ചിറകടിച്ചു പറന്നപ്പോൾ ദോഹയിലെ പുൽമൈതാനത്ത് ഇടറി വീണത് മൊറോക്കോ. ആസ്പയറിൽ മുഴങ്ങിക്കേട്ട അവരുടെ ചാൻഡുകളിൽ കണ്ണീരിന്റെ ഉപ്പുരസം പുരണ്ടു. എങ്കിലും ആസ്പയറിൽ ഉയർന്നു തന്നെ കേട്ടു അവരുടെ ആർപ്പുവിളികൾ.
മൊറോക്കോ ആരാധകർ മുഴക്കിയ ആത്മവിശ്വാസം അപ്പോഴും ഒരു നോവായി ബാക്കിയായി. Inshallah we win 4-0. Yeah, they will take in the World Cup for sure, man. This young team has been phenomenal since beginning of the year. We are the African champion. അന്ത്യത്തോടടുക്കുമ്പോൾ യൂറോപ്യൻ ടീമുകളുടെ ആധിപത്യമാണ് ടൂർണമെന്റിൽ കണ്ടത്. അവസാന 4-ൽ യൂറോപ്പിൽ നിന്നുള്ള 3 വമ്പന്മാർ, ദക്ഷിണ അമേരിക്കയിൽ നിന്ന് ബ്രസീൽ, മൊറോക്കോയുടെയും ബുർക്കിന ഫാസോയുടെയും തോൽവിയോടെ ആഫ്രിക്കൻ സാന്നിധ്യം അവസാനിച്ചു. ഏഷ്യൻ പ്രതിനിധി ജപ്പാനും ക്വാർട്ടറിൽ ഇടറി വീണു. തിങ്കളാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ആസ്ട്രിയ ഇറ്റലിയുമായി കൊമ്പുകോർക്കും. ബ്രസീലും പോർച്ചുഗലുമാണ് രണ്ടാം സെമി. ആസ്പയർ സോണിലാണ് 2 സെമി പോരാട്ടങ്ങളും അരങ്ങേറുക. ദോഹയിൽ ആസ്പയർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ. സൗദിയിൽ ഗൾഫ് മാധ്യമവും മീ ഫ്രണ്ടും ചേർന്നെടുക്കുന്ന ബിരിയാണി പാചക മത്സരത്തിന് തുടക്കമായി. 1 ലക്ഷത്തോളം റിയാൽ മൂല്യമുള്ള ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും വിജയികൾക്ക് സമ്മാനിക്കും. 4 ഘട്ടമായാണ് മത്സരങ്ങൾ. ജിദ്ദയിൽ വെച്ചായിരുന്നു പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും. ദം ദം ബിരിയാണി എന്ന പേരിലാണ് ഗൾഫ് മാധ്യമവും മീ ഫ്രണ്ടും ചേർന്നൊരുക്കുന്ന പാചക മത്സരങ്ങൾ. 4 ഘട്ടങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ രുചികരമായി ബിരിയാണി പാകം ചെയ്യാൻ അറിയാവുന്ന ആർക്കും പങ്കെടുക്കാം. ജനറൽ കാറ്റഗറി വിജയിക്ക് സമ്മാനങ്ങളും പുരസ്കാരവുമുണ്ട്. ബാച്ചിലേഴ്സിനും പ്രത്യേക മത്സരം ഒരുക്കും. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ മത്സരത്തിന്റെ ലോഗോ പ്രകാശനവും പ്രഖ്യാപനവും നടത്തി. വിജയ് ദം ദം ബിരിയാണി കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയൊരു കുക്കിംഗ് ഷോ വരികയാണ്, കുക്കിംഗ് കോൺടെസ്റ്റ് വരികയാണ്. അപ്പോൾ ഇതിനകത്ത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്ന വീട്ടമ്മമാർക്കും പിന്നെ പാചകത്തെ സ്നേഹിക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഇതിനകത്ത് മത്സരിക്കാം. പിന്നെ സൗദി അറേബ്യയുടെ ഈ മത്സരത്തിൽ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇപ്പോൾ ബാച്ചിലർ ലൈഫിൽ ഒരുപാട് പേര് നമുക്കൊക്കെ പരിചയത്തിൽ ആളിയായിരിക്കും 20 മിനിറ്റ് ബിരിയാണി ഉണ്ടാക്കിത്തരാം, അല്ലെങ്കിൽ 30 മിനിറ്റ് ബിരിയാണി ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറയുന്ന ചില ചങ്കുകളുണ്ട്. അസൽ ബിരിയാണി ആയിരിക്കും. രജിസ്ട്രേഷൻ വഴി തിരഞ്ഞെടുത്തവർക്ക് പ്രാഥമിക ഘട്ടത്തിൽ പങ്കെടുക്കാം. ഇതിലെ വിജയികൾക്ക് ദമാം, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിൽ നടക്കുന്ന സെമി ഫൈനലിലേക്ക് പ്രവേശനമുണ്ടാകും. മെയ് 1 റിയാദിലാണ് ഫൈനൽ. 40,000 റിയാലിലേറെ ക്യാഷ് പ്രൈസും 50,000 റിയാലിലധികം മൂല്യമുള്ള സമ്മാനങ്ങളും വിജയികൾക്ക് സമ്മാനിക്കും. വിജയ് മസാല മാനേജിംഗ് ഡയറക്ടർമാരായ സാജു മൂലൻ, ജോയ് മൂലൻ, പ്രവീൺ മൂലൻ, അബ്ദുൽ അസീസ്, ഗൾഫ് മാധ്യമം ഗ്ലോബൽ ഓപ്പറേഷൻസ് ഹെഡ് മുഹമ്മദ് റഫീഖ്, ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ, കാഫ് ലോജിസ്റ്റിക്സ് സിഇഒ അനീസ്, നാഫി നീലംബ്ര എന്നിവരും ഗൾഫ് മാധ്യമം കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരികളും സൗദി നേതൃത്വവും പങ്കെടുത്തു. മീഡിയ വൺ, ജിദ്ദ. JCCയിലെ പ്രമുഖ സീ ഫുഡ് റെസ്റ്റോറന്റ് ശൃംഖലയായ അസ്മാക് താസ ബഹ്റൈനിലും പ്രവർത്തനം ആരംഭിച്ചു. മത്സ്യവിഭവങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി അൽ ഹമലയിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. സൗദി അറേബ്യയിൽ പ്രസിദ്ധിയാർജിച്ച മത്സ്യവിഭവങ്ങളുടെ രുചിപ്പെരുമയുമായാണ് അസ്മാക് താസ ബഹ്റൈനിലെ അൽഹമനയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷിഫ ജസീറ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വ്യവസായ പ്രമുഖൻ ഷെയ്ഖ് സായിദ് അബ്ദുള്ള റാഷിദ് ബുഫ്രാസ, ഇത്മാർ ബാങ്ക് പ്രതിനിധി ഷെയ്ഖ് സാമി ഹാജിരി, ഹമദ് ടൗൺ ചാരിറ്റി ചെയർമാൻ ഷെയ്ഖ് യൂസഫ് അബ്ദുള്ള അൽ മഹ്മി, ഷെയ്ഖ് താരിഖ് അൽ വസൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സൗദി അറേബ്യയിൽ 4 ശാഖകളുള്ള സ്ഥാപനത്തിന്റെ ബഹ്റൈനിലെ ആദ്യ ശാഖയാണിത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർമാരായ ഡോക്ടർ സൈദ് അലവി, ആസിഫ് DP, ഇസ്മായിൽ പത്തൂർ, ഇസ്മായിൽ CN, ഷംസുദ്ദീൻ അബൂബക്കർ, അബ്ദുൽ നാസർ അബൂബക്കർ, അബ്ദുൽ മജീദ് എന്നിവർ സന്നിഹിതരായിരുന്നു. ദുബായ് ചിക്കറ്റ് ഗ്രൂപ്പിൽ നിന്നും മുഹമ്മദ് അസ്ലം അബൂബക്കർ, ഷാനവാസ്, അബ്ദുൽ ലത്തീഫ് എന്നിവരും പങ്കെടുത്തു. താഴെയും മുകളിലുമായി ഒരുക്കിയ വിശാലമായ ഡൈനിംഗ് സൗകര്യവും മജ്ലിസ്, മികച്ച ആംബിയൻസ് എന്നിവയും അസ്മാക് താസയെ ഭക്ഷണപ്രേമികൾക്ക് പ്രിയങ്കരമാക്കും. ബഹ്റൈനിലെ സീ ഫുഡ് പ്രേമികൾക്കായി മത്സ്യവിഭവങ്ങൾ കൊണ്ട് വേറിട്ട രുചിയുടെ കലവറയൊരുക്കിയിരിക്കുകയാണ് അസ്മാക് താസയെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. ഫ്രഷ് കോൺസെപ്റ്റ്, ഫ്രഷ് സീ ഫുഡ്, ഒതന്റിക് സീ ഫുഡ് സൗദി അറേബ്യൻ കോൺസെപ്റ്റ് നമ്മൾ ബഹ്റൈനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇൻഷാല്ലാ ഇത് ഒരു ബഹ്റൈനിലെ ഭക്ഷണപ്രിയർക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ഇനിയും ഇൻഷാല്ലാ ബഹ്റൈനിൽ ഇനിയും ബ്രാഞ്ചസ് ഇൻഷാല്ലാ ചെയ്യേണ്ട പ്ലാൻ ഉണ്ട്. അതല്ലാതെ GCC മൊത്തമായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ അസ്മാക് താസായും ചിക്കറ്റായും മാസായും എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഖത്തറിൽ ഞങ്ങൾ വേറൊരു ബ്രാൻഡ് നെയിമായിട്ട് വരുന്നുണ്ട്, ലൈക്ക് ഫ്രൈഡ് ചിക്കൻ. ഇൻഷാല്ലാ അതും അടുത്തായി ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. 2026 അതിൻ്റെ ഓപ്പണിംഗ്. സീ ഫുഡ് ലവേഴ്സിന് സ്പെഷ്യലി ഞങ്ങൾ ഇപ്പോൾ ബഹ്റൈനിൽ ആദ്യമായിട്ട് ഇത്രയും വിശാലമായ സൗകര്യത്തോടുകൂടി പിന്നെ അത് അടിപൊളി ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് അൽഹംദുലില്ലാ നല്ല സക്സസ്സോടുകൂടി
പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. സൗദിയിൽ ദമാമിലും അല്ലസിലുമായിട്ട് 4ഓളം ബ്രാഞ്ച് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5ാമത്തെ ബ്രാഞ്ചാണ് ഇപ്പം ബഹ്റൈനിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ചിക്കറ്റ് ഗ്രൂപ്പും മാസ ഗ്രൂപ്പും ഒന്നിച്ചിട്ടുള്ള ഫസ്റ്റ് ഒരു ബ്രാഞ്ചാണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഉപഭോക്താക്കൾ ചെലവഴിക്കുന്ന ഓരോ 10 ദിനാറിനും ലഭിക്കുന്ന കൂപ്പൺ റാഫൽ ഡ്രോ വഴി തെരഞ്ഞെടുക്കപ്പെട്ടാൽ കാർ സമ്മാനമായും ലഭിക്കും. സ്ഥാപനത്തിന്റെ പുതിയ ശാഖകൾ സമീപ ഭാവിയിൽ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. മീഡിയ 1 ബഹ്റൈൻ. GCCയിലെ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ ടീ ടൈമിന് ബഹ്റൈനിലെ 13ാമത് ശാഖ മൽഖയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. നൂതനമായ രുചിക്കൂട്ടുകളിൽ തയ്യാറാക്കുന്ന വ്യത്യസ്ത വിഭവങ്ങളുമായി മൽക്കിയയിൽ ആരംഭിച്ച ടീ ടൈമിന്റെ ബഹ്റൈനിലെ 13ാമത് ശാഖ ഹാഷിം യാക്കൂബ് അഹമ്മദാണ് ഉദ്ഘാടനം ചെയ്തത്. മാനേജിംഗ് പാർട്ണർമാരായ മുഹമ്മദ് മീത്തരെ വീട്ടിൽ, മുഹമ്മദ് അഷ്റഫ് വെള്ളുവക്കണ്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ടീ ടൈമിന്റെ ആകർഷകമായ ഔട്ട്ലെറ്റുകൾ രാജ്യത്തെ സ്വദേശികളുടെയും പ്രവാസികളുടെയും ഇഷ്ടകേന്ദ്രങ്ങളായി മാറും വിധമാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്നും ഉപഭോക്താക്കളുടെ പൂർണ്ണ സംതൃപ്തി ലക്ഷ്യമിട്ട് ഉന്നത ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം നിർമ്മിക്കുന്ന ടീ ടൈം വിഭവങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് അഷ്റഫ് വെള്ളുവക്കണ്ടി, മുഹമ്മദ് മീത്തരെ വീട്ടിൽ എന്നിവർ പറഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ നല്ല മാർക്കറ്റാണ് ഇവിടെ. ടീ ടൈമിന്റെ 13ാമത്തെ ബ്രാഞ്ച് ഓപ്പണായി. ഇനി ഇൻഷാല്ലാ ഇനി നമ്മൾ 100 ബ്രാഞ്ചിലേക്ക് എത്തും. ചൈനയിൽ നിന്ന് ആരംഭിച്ച ചായ സംസ്കാരം മനുഷ്യ സമൂഹം ലോകത്ത് എവിടെയൊക്കെ ജീവിക്കുന്നോ അവിടെയെല്ലാം എത്തിക്കുന്നതിൽ മലയാളി വഹിക്കുന്ന പങ്കാണ് ടീ ടൈമിലൂടെ പ്രകടമാകുന്നത്. ഖത്തറിൽ നിന്നും ബഹ്റൈനിലെത്തി ബഹ്റൈൻ്റെ 13ാമത്തെ ബ്രാഞ്ച് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് കഴിഞ്ഞ് ഇനി 2 ബ്രാഞ്ച് കൂടി ഇപ്പോൾ അവരുടെ പണിപ്പുരയിലാണ്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമാണ്. 2002 ഒരു ഔട്ട്ലെറ്റുമായി ആരംഭിച്ച ടീ ടൈം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി മികച്ച സ്വീകാര്യതയാണ് നേടിയത്. പുതിയ ശാഖയിൽ ഇന്ത്യൻ, അറബിക്, ഇന്റർനാഷണൽ വിഭവങ്ങൾ രുചി വൈവിധ്യങ്ങളോടെ ഒരുക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു. സമീപ ഭാവിയിൽ തന്നെ രാജ്യത്ത് കൂടുതൽ ശാഖകൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. മീഡിയ 1 ബഹ്റൈൻ. കൃഷിയെ സ്നേഹിക്കുന്ന പ്രവാസികൾക്കായി ഷാർജ മുവൈലയിലെ അൽ മദീന ഷോപ്പിംഗ് സെന്ററിൽ ഗ്രീൻ വില്ലേജ് തുറന്നു. 1 ദിർഹത്തിന് മുതൽ ചെടികളും വിത്തുകളും സ്വന്തമാക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. UAE ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യമായി ചെടി നൽകുന്ന ക്യാമ്പയിനും അൽ മദീന ഷോപ്പിംഗ് സെന്ററിലുണ്ട്. തണുപ്പുകാലത്ത് വീടിന്റെ ബാൽക്കണിയും അകവും പുറവുമെല്ലാം കൃഷിയിടമാക്കി മാറ്റുന്ന പ്രവാസി കർഷകർക്ക് ഇവിടേക്ക് കടന്നുവരാം. നാടൻ തെങ്ങിൻ തൈ മുതൽ ബദാം, ഫിഗ് ഒലിവ് എന്നിവയുടെ ചെടികൾ വരെ മുവേല അൽ മദീന ഷോപ്പിംഗ് സെന്ററിലെ ഈ ഗ്രീൻ വില്ലേജിലുണ്ട്. മികച്ച ഗാർഹിക തോട്ടങ്ങൾക്ക് ദുബായ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ച 3 ലക്ഷത്തിന്റെ സമ്മാനത്തിന് മാറ്റുരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടേക്ക് കടന്നു വരാം. ഈ പ്ലാന്റ് ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നാഷണൽ ഡേയുടെ ഭാഗമായിട്ടുള്ള ഒരു ഫ്രീ പ്ലാന്റ് ക്യാമ്പയിനിങ്ങിനാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇനിയിപ്പോൾ വരുന്ന ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രചോദനം എന്നുള്ള ലെവലിൽ നമ്മൾ ഈ നഴ്സറി വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു ഫ്രീ പ്ലാന്റ് ക്യാമ്പയിനിങ്ങളിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റും. ഗ്രീൻ വില്ലേജിലെത്തുന്ന കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങളും ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 ദിർഹംസിന്റെ സാധനങ്ങൾ വാങ്ങിയാൽ 3 മാസം നീളുന്ന വിന്റർ പ്രൊമോഷന്റെ ഭാഗമാകും. UAE ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 26 മുതൽ ഡിസംബർ 10 വരെ ഗ്രീൻ വില്ലേജ് സന്ദർശിക്കുന്നവർക്ക് സൗജന്യ ചെടികളും നൽകും. ഗ്രീൻ UAE പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കാൻ കൂടിയാണ് ഗ്രീൻ വില്ലേജ് എന്ന അൽ മദീന ഷോപ്പിംഗ് സെന്റർ അധികൃതർ പറഞ്ഞു. മീഡിയ 1 ഷാർജ.